നമസ്കാരം വിനോദ് സർ. നമസ്കാരം. സർ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വകാര്യവൽക്കരണത്തിന് ഇനി ഊന്നൽ നൽകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അവരുടെ CPM സംസ്ഥാന സമ്മേളനം ഇന്ന് തീരുകയാണ്. അതിലൊരു തീരുമാനമുണ്ടാകും. ഇത്രയും നാൾ കേന്ദ്ര നയങ്ങളെ എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞവരാണ്. ഇതിപ്പോൾ എന്താണ് CPM തന്നെയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഒരു രീതിയിലേക്ക് മാറുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി തന്നെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിലിപ്പോ ഒരു യഥാർത്ഥ മുതലാളിത്ത പാർട്ടിയായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ കമ്മ്യൂണിസം ഒരു ഫെയിൽഡ് എക്സ്പെരിമെന്റ് ആണ്. ലോകം മുഴുവൻ അത് തുടങ്ങിയ സ്ഥലത്തൊന്നും ഇപ്പൊ ഇല്ല. അതിന്റെ ഏതെങ്കിലും കുറച്ചുണ്ടെങ്കിൽ തന്നെ ചൈനയിലേ ഉള്ളൂ. ഈ ചൈനയിൽ പോലും അവർ ഒന്നാം തരം മുതലാളിമാരെ പോലെയാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവര് ശരിയായ പാതയിലെന്നാണ് ഞാൻ പറയുക. ഇനി പക്ഷെ എന്റെ പ്രശ്നം വരാൻ പോകുന്നത്, അണികൾക്ക് ഇത്രയും നാള് ക്യാപ്സ്യൂൾ കൊടുത്തിരുന്ന എന്താണ്? എല്ലാം കേന്ദ്ര സർക്കാർ എല്ലാം വിറ്റു തുലയ്ക്കുന്നു. ആ വിറ്റു തുലയ്ക്കുന്നു എന്ന് അതിങ്ങനെ ഏറ്റുപാടി നടന്നിരുന്ന പാണന്മാരും അടിമകളും കമ്മികളും ഒക്കെ ഒരു വലിയ പ്രശ്നം ഇവരുടെ തന്നെ അവരോട് എന്ത് പറഞ്ഞ് ന്യായീകരിക്കും എന്നുള്ളതാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തത് കൊണ്ട് അവർ പറയുന്നത് കേൾക്കും. ശരിയായ പാതയിൽ തന്നെയാണെന്നാണ് പറയുന്നത്. ഇതൊന്നും ഇപ്പൊ തുടങ്ങിയതല്ല, BJPയും അല്ല ഈ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു തുടങ്ങി. ഇത് ശരിക്കും കൊണ്ടുവന്നത് ഒരു വലിയ ഗതികെട്ട സാഹചര്യത്തിൽ സാമ്പത്തിക വിദഗ്ധനായിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, നമുക്ക് നരസിംഹറാവു, കോൺഗ്രസിന്റെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന മറ്റൊരു സാമ്പത്തിക വിദഗ്ധനായ നമ്മുടെ മൻമോഹൻ സിംഗുമാണ്. ആ സമയത്ത് നരസിംഹറാവുവിന്റെ സമയത്ത് കേട്ടിട്ടുണ്ടാവും LPG, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ശരിക്കും പറഞ്ഞ അന്ന് ഇന്ത്യ കുത്തുവാള എടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് സ്വർണം പണയം വെച്ച് പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോ, കടം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ സ്വർണം കൊണ്ടുപോയി, നിങ്ങളുടെ കൺട്രി ഒരു ദരിദ്ര രാജ്യമാണ്, നിങ്ങളെ ഒരു വിശ്വാസവും ഇല്ല, അങ്ങനെ കൊണ്ടുവച്ച സ്വർണം മോദി തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 500 ടൺ എന്തോന്നോ സ്വർണം കൊണ്ടുവച്ചു എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. അതിൽ കുറച്ച് നമ്മളിപ്പോ തിരിച്ചെടുത്തു. ഇതിനകത്തൊരു പ്രധാന കാര്യം, അന്ന് ഇന്ത്യയുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. അങ്ങനെ കുറച്ച് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്ന് കാശുണ്ടാക്കിയാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെയാണ് ഇതിനകത്തൊരു പ്രശ്നം. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ, കേരള സർക്കാർ പറയുന്നത് നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് അവർ ഉദ്ദേശിച്ചത്? പക്ഷേ നമ്മുടെ മിക്കവാറും എല്ലാ കേരള സർക്കാർ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ നഷ്ടത്തിലുള്ളവയെ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരും എടുക്കാനുണ്ടാവില്ല. മാത്രമല്ല അവര് നിസ്സാര വിലയ്ക്ക് അതിന്റെ സ്റ്റേക്സ് കൊണ്ടുപോകും, നിസ്സാരമായ വിലയ്ക്ക്. നമ്മൾ ശരിക്കും അത് പഠിക്കേണ്ടത് മോദി ഗവൺമെന്റിനെ കണ്ടാണ്. മോദി ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് അറിയോ? എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും, ഞാനൊരു സ്റ്റോക്ക് ഇൻവെസ്റ്ററും കൊണ്ടായതുകൊണ്ട് പറയണം, ഒരു സമയത്ത് മോദി പാർലമെന്റിൽ ഒരു പ്രസ്താവന ഇറക്കി, നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഓഹരികളിൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഓഹരികളിൽ ധൈര്യമായിട്ട് നിക്ഷേപിച്ചോ, ഇത്രയും നാളത്തെ പോലെയല്ല, ഉറപ്പായിട്ടും ലാഭം കിട്ടും. കേന്ദ്ര സർക്കാർ ഓഹരികളാണ് ശരിക്കും PSU ഓഹരികളാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി തന്നത്. എന്നിട്ട് അവരെന്താ ചെയ്ത? അതിനുശേഷം അത് വിറ്റു. അതായത് വൻ ലാഭത്തിൽ കൊണ്ടുവന്നിട്ട് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്തിട്ടാണ് കേന്ദ്ര സർക്കാർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്തിനാണ്? സാധാരണഗതിയിൽ ലോകത്തെല്ലായിടവും ഈ ഗവൺമെന്റിന്റെ ജോലി ഗവേണൻസ് ആണ്, അതായത് ഭരിക്കുക, അല്ലാതെ വ്യവസായം നടത്തുക, ബിസിനസ് നടത്തുക എന്നുള്ളതല്ല ലോകത്ത് ഒരു സ്ഥലത്തും ഒരു ഗവൺമെന്റിന്റെ ജോലി. അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റും. ഒന്നാമത്തെ കാര്യം, എഫിഷ്യൻസി ഇല്ല. ഈ സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്ന് നമ്മൾ പണ്ട് പറയൂലേ, സർക്കാർ സ്ഥാപനങ്ങളിൽ എന്താ, അവർ തോന്നുന്ന സമയത്ത് വരും, തോന്നുന്ന പോലെ വരും, ആരോടും ഉത്തരവാദിത്തമില്ല. മാത്രമല്ല എന്ത് നഷ്ടം ഉണ്ടെങ്കിലും ഗവൺമെന്റ് സഹിച്ചോളും, ആരും അവരെ ചോദിക്കുന്നില്ല. അപ്പൊ ഗവൺമെന്റിന്റെ ജോലി എന്താ? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ KSRTC, ഇവിടെയൊക്കെ സർക്കാരാണ് അവസാനം സബ്സിഡി കൊടുത്ത് ശമ്പളം കൊടുക്കുക. അതായത് സ്ഥാപനം നഷ്ടത്തിലാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് വിട്ടോട്ടെ. അപ്പൊ അതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ KSEB നഷ്ടത്തിലായിരിക്കും, വാട്ടർ അതോറിറ്റി നഷ്ടത്തിലായിരിക്കും, നമ്മുടെ ഇപ്പോഴത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതൊക്കെയാണല്ലോ ഏറ്റവും പറഞ്ഞത്. പിന്നെ നമ്മൾ അറിയാത്ത ഇഷ്ടം പോലെ ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അപ്പോ എഫിഷ്യൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പ്രൈവറ്റൈസേഷൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2 തരം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. മൈനോറിറ്റി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും, സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഈ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്നുള്ള ഒരു ചെറിയ പോർഷൻ വിൽക്കും. അതാണ് ഇപ്പൊ ആക്ച്വലി കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം
നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വളരെ ചെറിയൊരു ഏരിയ എന്ന് വെച്ചാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഭീകരമായ ലാഭമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഓരോന്നിന്റെയൊക്കെ ചെറിയ ചെറിയ നാൾ, അതൊന്ന്. രണ്ട്, സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അതായത് ചിലപ്പോൾ കമ്പനിയെ മൊത്തമായിട്ട് പ്രൈവറ്റൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി സ്റ്റേക്സ്. അതെന്ത് പറഞ്ഞാല് ഗവൺമെന്റ് അറിയുന്നത് നടത്തുന്നത് നഷ്ടമാണ്, ഇതിനേക്കാളും നല്ലത് വെച്ചോണ്ടിരിക്കുന്നതല്ല വെറുതെ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ 23% മേളില് 24%-ഓളം സ്വകാര്യ പങ്കാളിത്തം വേറൊരു സ്റ്റേക്സ് വേറൊരാൾക്ക് കൊടുത്താൽ അവർക്ക് അതിന്റെ നടത്തിപ്പിൽ വലിയ റോൾസ് ഉണ്ടാവും, ഡിസിഷൻ മേക്കില് വളരെ റോൾസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഉദാഹരണം, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ KSRTCയുടെ ഒരു 25% ഓഹരി വിറ്റു എന്ന് നോക്കട്ടെ. സംവിധാനം സർക്കാരിന്റെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഈ 25% ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ അവര് പറയുന്നത് പോലെയും കൂടെയേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഉത്തരവാദിത്തം വരും. അതേസമയം സർക്കാരിന് 25% വിറ്റതിന്റെ കാശ് ഉപയോഗിക്കുകയും ചെയ്യാം. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, നമുക്കറിയാം നമ്മുടെ സർക്കാർ നമ്മുടെ കേരള സർക്കാരിന്റെ ഇപ്പോഴത്തെ വരുമാനം എന്ന് തമാശക്കായിട്ടാണ് ആളുകൾ പറയുന്നത്, ലോട്ടറി കൂടെയും മദ്യം വിറ്റിട്ടും ഈ ടാക്സ് പിരിച്ചും ടോള് പിരിച്ചും, അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഇപ്പൊ അതിന്റെ പുതിയ പുതിയ അവസ്ഥാന്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ കൂടെയൊക്കെ ഇത് പിരിക്കാം. അതിനപ്പൊ പുതിയ റോഡ്, എന്താണ്, കിഫ്ബി റോഡുകളിൽ കൂടി ടാക്സ് പിരിക്കുന്നു, ടോള് വരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ സെസ് വരുന്നു. ഇതൊക്കെയാണ് പുതിയ പുതിയ ടെക്നിക്ക്. എങ്ങനെ ഊറ്റാം? എന്തുകൊണ്ടെന്ന് വെച്ചാൽ സർക്കാരിന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പോ സർക്കാരിന് കാശ് വരാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ എങ്ങനെ വേണമെന്ന് സർക്കാരിന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പല നയങ്ങളെയും ഇവരുടെ നയങ്ങളെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അഭിപ്രായം ഇല്ലാത്ത ആളാണെങ്കിലും ഇവരിപ്പൊ ചെയ്യുന്നത് വളരെ നല്ല കാര്യമെന്ന് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ഇവിടെ കുത്തഴിഞ്ഞു കിടക്കുന്ന പിന്നെ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ സർക്കാർ സ്ഥാപനങ്ങളെ എല്ലാത്തിനുമല്ല, വളരെ സ്ട്രാറ്റജിക്കലി. ഇപ്പൊ ഉദാഹരണത്തിന് KSEBയുടെ ഒക്കെ കൺട്രോൾ എപ്പോഴും സർക്കാരിന്റെ ഇരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. വാട്ടർ അതോറിറ്റിയുടെ കൺട്രോൾ സർക്കാരിന്റെ ഇരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. പക്ഷെ ബാക്കിയെല്ലാം ഈ കേരള സർക്കാരിനെ സംബന്ധിച്ചോളം ബാക്കിയെല്ലാം പ്രൈവറ്റൈസേഷൻ പാർട്ട്ലി എങ്കിലും ചെയ്യാം, മൈനോറിറ്റി സ്റ്റേക്സ് എങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് ലോകത്തെ അംഗീകരിച്ചിട്ടുള്ള തത്വമാണ്. എന്തായാലും മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ആ സംവിധാനം വഴിയാണ് ഇന്ത്യ സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു തുടങ്ങിയതിന്റെ ഒരു മാർഗം. അതിനെ വേറൊരു ലെവലിലോട്ട് മോദി ഗവൺമെന്റ് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവര് ശരിയായ ദിശയിലാണ്. പക്ഷെ ഇന്നത്തെ പ്രശ്നം വരാൻ പോണത്, ഇത് വലിയ എതിർപ്പുണ്ടാവും. ഇവർ ഇത്രയും നാളും പറഞ്ഞിരുന്നതിനോട് നേരെ വിപരീതം അവരുടെ സഖ്യകക്ഷികൾ നിൽക്കും. ഈ കോൺഗ്രസ് ആണ് ഈ ഒരു കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഈ പാർട്ടി എന്ത് ചെയ്യുമായിരുന്നു? ഇതിന് നഖശികാന്ത് പിന്നെ സമരത്തോട് സമരമായിരുന്നു. ഇത് കോൺഗ്രസിന് ഒരുപക്ഷെ അറിയുന്ന ഒരു നിറയെ കോൺഗ്രസ് എതിർക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല തൊഴിലാളി, ഇവരുടെ അടുത്ത പ്രശ്നം വരാൻ പോണേ, മിക്കവാറും എല്ലാ സർക്കാർ തൊഴിലാളി അല്ലെങ്കിൽ സ്റ്റാഫ് സംഘടനകളും ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്, ഇടതുപക്ഷ യൂണിയനുകളാണ് അല്ലെങ്കിൽ അസോസിയേഷനുകൾ. ഇവരെ ഇത്രയും നാൾ പറഞ്ഞിരുന്നതിന് മുഴുവൻ നേരെ വിപരീതമായിട്ട് പറയുമ്പോൾ ഇവരായിരിക്കും ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കാൻ പോണത്. അതിന്റെ കൂടെ പ്രതിപക്ഷം വരും. മാത്രമല്ല അവർക്ക് റിസ്ക് ഉണ്ട്. അവര് നേരെ ജോലി ചെയ്തില്ലെങ്കിൽ പണി ചിലപ്പോൾ പോകും ഇനി. അപ്പൊ അതുകൊണ്ട് അവരുടെ സ്റ്റേക്സിന്റെ ഒരു പ്രശ്നമൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട. സ്റ്റേക്സ് കൊണ്ടുപോകുമെന്ന് സർ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ താല്പര്യമുള്ള നിക്ഷേപകരെ CPM എങ്ങനെ കണ്ടുപിടിക്കും? ഇവരുടെ കണ്ണൂരിലെ ആ ഒരു സംവിധാനം അല്ല, അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ തന്നെ ആളുകൾ കണ്ടുപിടിക്കും. ഇത് ഞാൻ വളരെ നിസ്സാര ലാഭത്തിന് തന്നെ. അങ്ങനെയുണ്ട്, രണ്ട് മെത്തേഡ് ഉണ്ട്. ജെനുവിനായിട്ട് വിൽക്കാനിരിക്കുന്നതാണെങ്കിൽ വിൽക്കാൻ ആളെ കിട്ടാതിരിക്കുകയും ചെയ്യും. ഈ വിടക്കാക്കി തനിക്കാക്കാന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ ബിനാമികളും സെറ്റപ്പുകളും പഠിച്ചിട്ട് ഇതൊന്നുമില്ല, നിസ്സാരമായിരിക്കും, ആരും എടുക്കുന്നില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ, എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിനെ അവര് റിവൈവ്. ഇതിനകത്തൊക്കെ സ്ഥലം ഉണ്ടാവുമേ, ഇഷ്ടം പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ഉണ്ടാവും, ഓഫീസുകൾ ഉണ്ടാവും, സ്ഥലം ഉണ്ടാവും, സർക്കാർ ഭൂമി ഉണ്ടാവും. അപ്പോ ഇവർക്ക് വലിയ അഡ്വാൻറ്റേജും കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഇരുതല മൂരി വാളാണത്, അല്ലെങ്കിൽ രണ്ട് സൈഡിലും മുനയുള്ള വാളാണ്. ഈ തന്ത്രം അറിയാവുന്നവന് നമുക്ക് ഒരാൾക്ക് വിടക്കാക്കി കൊടുത്തൂടെ, എന്നിട്ട് അതിന്റെ ബിനാമി ആയിക്കൂടെ? എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അപ്പൊ ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. മാത്രമല്ല ജനങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ എതിർക്കാൻ സാധ്യതയുണ്ട്. ഇലക്ഷൻ വരികയാണ്. അപ്പൊ ഇവർക്ക് എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ചെയ്യേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും കേരള സർക്കാർ ഇത് ചെയ്ത് കേരള സർക്കാർ ഒന്ന് രക്ഷപ്പെടണം. ഈ രക്ഷപ്പെടണമെങ്കിൽ ഒരു അടിസ്ഥാനമായ ഒരു കാശ് വേണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നും ചെയ്യാൻ കാശില്ല. അന്നൊന്നൊക്കെയുള്ള അന്നം തെണ്ടിത്തിരിഞ്ഞ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഇതിന്റെ സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ വിനയായിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ ഇത്രയും നാൾ പറഞ്ഞ് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അവർ തന്നെ വിഴുങ്ങേണ്ടി വരും.
പിന്നെ മാർക്സിസ്റ്റ് അണികളായതുകൊണ്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. പക്ഷെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അതായത് അവിടുത്തെ സ്റ്റാഫിന്റെ പിന്നെ പ്രൊട്ടക്ഷൻ ഇൻ ദ സെൻസ് അവർ പണിയെടുക്കാൻ റെഡി ആവണം എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. പണ്ട് എമർജൻസിയുടെ സമയത്ത് ആളുകൾ പണിയെടുത്തിട്ടില്ലേ? പണിയെടുക്കാതെ ഇത് തോന്നിയവാസം കാണിക്കാൻ ആർക്കും അധികാരമില്ല. ഒരു സർക്കാർ സ്ഥാപനത്തിനും അധികാരമില്ലെന്നുള്ളതാണ് എന്റെ വാസ്തവം. അപ്പൊ അത് ഇപ്പൊ ഞാൻ പറയട്ടെ, നല്ല രീതിയിൽ നടക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇപ്പൊ ആരോഗ്യരംഗം, കേരളത്തിന്റെ പൊതുജന ആരോഗ്യ രംഗം എന്ന് പറയുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇപ്പൊ മാത്രമല്ല, പണ്ടേ എങ്ങനെയായിരുന്നു. അതായത് നമ്മുടെ ആരോഗ്യ വകുപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഒരു കുഴപ്പമില്ലല്ലോ. അത് പിന്നെ ഒരു ലാഭം ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലാത്തത് കൊണ്ട്, പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്ന ധാരാളം വകുപ്പുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു, അതായത് മൈനോറിറ്റി സ്റ്റേക്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പിന്നെ എന്തായാലും പറയാ KSEB, പിന്നെ വാട്ടർ വർക്ക്സ് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. പക്ഷേ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയണേ, ഞാനാണ് ഇതിന്റെ ഡിസിഷൻ എടുക്കണേ, KSRTC ഉറപ്പായിട്ടും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% ലാഭം കിട്ടേണ്ട ഒരു സാധനമാണ്. എന്തുകൊണ്ടാണ് അതിന് മാത്രം ലാഭം കിട്ടാത്തത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് വളരെ സുഖമായിട്ട് ലാഭം കിട്ടാവുന്നവർ എന്നും അതിനകത്ത് തള്ള. നമ്മൾ കണക്ക് കൂട്ടുമ്പോ ബസിന്റെ സീറ്റിനനുസരിച്ച് ടിക്കറ്റ് കണക്ക് കൂട്ടുമ്പോ അതിനകത്തുള്ള 40 സീറ്റ്, 30 സീറ്റ്, 50 സീറ്റിനാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷെ അതിനകത്ത് ഇഷ്ടം പോലെ ആള് കയറുന്നുണ്ട്, എന്നും തിരക്കാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ലാഭം മാത്രം വെച്ച് ഓടുന്ന എത്ര ബസ്സുകളുണ്ട് അല്ലെ? അല്ല സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ പോലും ലാഭമാകുന്ന രീതിയിലാണ് അതിന്റെ കണക്ക്, ടിക്കറ്റിന്റെ ഇത് എഴുതുന്നത്. അതിനേക്കാൾ എത്രയോ ആളുകൾ കൂടുന്നുണ്ട്, എന്നിട്ടും അത് നഷ്ടത്തിൽ പോകുന്നത് ഇൻഎഫിഷ്യൻസി കൊണ്ടെന്ന് തന്നെയാണെന്നുള്ളതാണ് സംശയം, ഇല്ലാത്ത കാര്യം. അപ്പം ഇത് വളരെ സൂക്ഷിക്കണം. ഗവൺമെന്റ് ഇഷ്ടംപോലെ എതിർപ്പുകൾ ഉണ്ടാവും. ആദ്യം അവരുടെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും, അവരുടെ ഘടകകക്ഷികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും, പ്രതിപക്ഷത്തിന് പ്രശ്നം ഉണ്ടാക്കും. ജനങ്ങൾ ഇലക്ഷൻ വരികയാണ്, ജനങ്ങളെ ചിലപ്പം മറ്റവർ തിരിച്ചുവിടാൻ വഴിയുണ്ട്. പക്ഷെ സർക്കാരിന്റെ ഗതികേട് പറഞ്ഞ് മനസ്സിലാക്കി, കാര്യങ്ങൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം കട്ടപ്പുകയാണെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ആണെങ്കിൽ ഒരു പക്ഷേ അണികളും പ്രവർത്തകരും വലിയ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് തോന്നുന്നു. ഇതിനകത്തൊരു പ്രശ്നമാണ്. ഒരാളിനെ എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇത് ചെയ്യുന്നത് പോലും, ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നത് പോലും സർക്കാരിന് ഗുണമുണ്ടാകുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അല്ലാതെ ഇത് എങ്ങനെയെങ്കിലും വിറ്റ് തൊലച്ച് അവരുടെ തന്നെ ആളുകൾക്ക് കൊടുത്ത് അതൊരു വലിയ വൃത്തികെട്ട പരിപാടിയായി പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് വളരെ സുതാര്യമായ ഒരു പ്രോസസ്സിൽ കൂടെ സർക്കാരിന് എന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് ഈ കിട്ടുന്ന കാശ് ഇൻഫ്രാസ്ട്രക്ചറിനായിക്കോട്ടെ, ബാക്കിയുള്ള നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിക്കോട്ടെ, ക്ഷേമകാര്യങ്ങൾക്കായിക്കോട്ടെ, ജനത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അല്ലാതെ എങ്ങനെങ്കിലും വിറ്റ് തുലയ്ക്കുക എന്നുള്ളതല്ല. അപ്പോ സർക്കാരിന് ഗുണമുണ്ടാകുന്ന രീതിയിൽ മാത്രമേ അത് വിൽക്കാവൂ. അതിനുള്ള സംവിധാനങ്ങൾ, അത് ഇത്രത്തോളം ഇവരെ കൊണ്ടത് പറ്റുമെന്നില്ല. പക്ഷെ അത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഇത് ഒരു വേസ്റ്റ് പരിപാടിയായി പോകും. അപ്പം വിറ്റ് തുലയ്ക്കുക, അവരുടെ ആളുകൾക്ക് വിൽക്കുക എന്നുള്ളത് ആയിരിക്കരുത്. അപ്പൊ അത് പ്രതിപക്ഷത്തിന് അഥവാ ചെയ്യണമെങ്കിൽ തന്നെ പ്രതിപക്ഷത്തിന് വലിയ ഒരു കണ്ണുണ്ടാകണം. ഇത് സുതാര്യമായിട്ട് നടക്കണം, വേണ്ട രീതിയിൽ നടക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേരളത്തിന് അത് ഗുണമായിട്ട് വരും തന്നെയാണ് ലോകമെമ്പാടുമുള്ള കാഴ്ചപ്പാട്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഒരു ഫെയിൽഡ് കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ കമ്മ്യൂണിസം ഒന്നും ഇല്ല. ഇത് വളരെ കൃത്യമായ മുതലാളിത്തം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ശരിയും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരാണെങ്കിലും മുതലാളിത്തം തന്നെയാണ്. പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യണം, അത് മുന്നോട്ട് പോകണം, കൃത്യമായിട്ട് അത് ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനമാണല്ലോ കേരളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.